മാർക്ക് ചെയ്ത് വെക്കുമോ? മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മുട്ട തിരിയുന്നുണ്ടോ, ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ്. അപ്പോൾ മുട്ട തിരിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത എക്സ് എല്ലാം മേളിൽ വരത്തക്ക രീതിയാണ് ചെയ്തേക്കുന്നത്. കാരണം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് മുട്ടയെല്ലാം ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വയ്ക്കാം. തിരിയുന്നുണ്ടെന്ന് മനസ്സിലായോ? ഇത് കാരണം നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അതാ എല്ലാം ഒരേ ഡയറക്ഷനിലാണ് തിരിഞ്ഞ് വീണേക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ താറാമുട്ട കോഴിക്ക് അട വെച്ച് വിരിയിപ്പിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഒരു ഇൻക്യുബേറ്റർ മേടിക്കണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 28 ദിവസമൊക്കെ അടയിരുന്ന് കഴിയുമ്പോഴത്തേക്കും കോഴി ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡാവും. അങ്ങനെ നമ്മൾ ഇതേണ്ട മലപ്പുറത്ത് മജീദ് ഭായിയുടെ നിന്ന് ഒരു അടിപൊളി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ സെറ്റാക്കിയിട്ടുണ്ട്. 60 മുട്ട വയ്ക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 50ഓളം താറാവ് മുട്ട കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. നമ്മളൊരു 50 മുട്ടയാണ് മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ 2 വീലറിനകത്ത് കൊണ്ടുവന്നത്, അങ്ങനെ ഒരെണ്ണം പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇൻക്യുബേറ്ററിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്. അയ്യ, ഇതാണിപ്പോൾ ഇതിൻ്റെ അകം. അതിനകത്ത് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഗ്രില്ല് വരുന്നുണ്ട്. അതായത് മുട്ട ഓരോ ചെറിയ ടൈം ഇടവേളയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി, ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ അത് മറിഞ്ഞ് വീണോളും. നമ്മൾ മാനുവലായിട്ട് ഉരുട്ടണ്ട. അപ്പോൾ നമുക്കിതിന് മുട്ട വയ്ക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം ആ ട്രേക്കകത്ത്. ഇൻക്യുബേറ്ററിലോട്ട് മുട്ട വയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ടേക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴുള്ള അഴുക്കൊക്കെ ഈ ഇതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനകം വെളുത്തിരിക്കുന്നതാണ്. അഴുക്ക് പിടിച്ചത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം ഈ സംഭവം വയ്ക്കാനാണ്. എന്നിട്ട് നമുക്ക് മുട്ട പ്ലേസ് ചെയ്യാം. ആദ്യത്തെ മുട്ട വയ്ക്കുക. ഇതാണ്ട ശരി, നമ്മൾ മാർക്ക് ചെയ്ത എക്സ് എല്ലാം മേളിൽ വരത്തക്ക രീതിയാണ് ചെയ്തേക്കുന്നത്. കാരണം തിരിയുന്നുണ്ടോ നമുക്ക് ഒരു ഉറപ്പ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. 50 മുട്ട നമ്മൾ കളക്ട് ചെയ്ത ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു മികച്ച കർഷകൻ്റെ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ഒരു വലിയ കർഷകൻ്റെ നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നതാണ്. പുള്ളി കൺഫേം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അത്യാവശ്യം പൂവൻ്റെ കൂടെ കിടന്ന മുട്ടയാണെന്ന്. നമുക്ക് ബാക്കി കൂടെ വയ്ക്കാം. മുട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെക്കുന്ന സ്ഥലം നമ്മുടെ നേരത്തെ തൊഴുത്തിനോട് ചേർന്നുള്ള നമ്മുടെ പണിക്കാരൻ താമസിച്ചിരുന്ന റൂമാണ്. അതിനകത്താണ് നമ്മൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിനകത്തോട്ട് കയറ്റി വെക്കാം. ശരിക്കും ഇത് ഇൻക്യുബേറ്റർ മുട്ട വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഓൺ ചെയ്തിടണമെന്നാണ് പറയുന്നത്. നമ്മൾ അത് ചെയ്തിട്ടില്ല. ഇൻക്യുബേറ്റർ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ട്രേക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം. അതുകൊണ്ട് അത് തിരിയുന്നുണ്ട് കേട്ടോ. വെച്ചപ്പോൾ തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ച് വെക്കണം. നമ്മൾ വെച്ച പാടെ തന്നെ മുട്ട തിരിഞ്ഞായിരുന്നു. നമ്മൾ നമുക്കൊരു ഉറപ്പിന് വേണ്ടി ഇത് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം ഇനി നമ്മൾ എടുത്തപ്പോൾ തിരിഞ്ഞതാണോ, എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തിരിഞ്ഞതാണോ എന്ന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ ഒന്ന് ഇത് അനങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് മുട്ടയെല്ലാം ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വയ്ക്കാം. പക്ഷെ തിരിയെന്നുള്ളൊരു ഉറപ്പല്ല കേട്ടോ, തിരിയെന്നുള്ളൊരു ഉറപ്പാണ്. നമ്മളിതെല്ലാം ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മാർക്കിങ് മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ഇനി എപ്പോഴാണിത് തിരിയുന്നത്, എത്ര സമയം കൂടുമ്പോഴാണ് തിരിയുന്നതെന്ന് നമ്മൾ ചോദിച്ചില്ല. ശരി, നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മൾ തിരക്കേണ്ടതായിരുന്നു. അപ്പം നമുക്കിനിയിപ്പോൾ ഒരു താറാമുട്ട വിരിയേണ്ട ഒരു സമയമുണ്ടല്ലോ, അത്രയും ദിവസം നമുക്ക് കാത്തിരിക്കാം. മൊത്തം വിരിയുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി കാണാം. തിരിയുന്നുണ്ടെന്ന് മനസ്സിലായോ? ഇത് കാരണം നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അതാ എല്ലാം ഒരേ ഡയറക്ഷനിലാണ് തിരിഞ്ഞ് വീണേക്കുന്നത്. കണ്ടോ, എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞേക്കും. അപ്പോൾ അത് സംഭവം വർക്കാവുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്.